കേരളത്തിലെ കൊച്ചിയിലെ തൃപ്പൂണിത്തുറയിൽ സ്ഥിതി ചെയ്യുന്ന പുരാവസ്തു മ്യൂസിയവും കൊട്ടാരവുമായ ഹിൽ പാലസിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുവല്ലോ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയമായ ഇത് കൊച്ചി മഹാരാജാവിന്റെ സാമ്രാജ്യത്വ ഭരണകാര്യാലയവും ഔദ്യോഗിക വസതിയും ആയിരുന്നു. 1865 നിർമ്മിച്ച ഈ കൊട്ടാര സമുച്ചയത്തിൽ ഉള്ള കെട്ടിടങ്ങളെല്ലാം പരമ്പരാഗത വാസ്തുവിദ്യ ശൈലിയിൽ നിർമ്മിച്ചതാണ്. രാജഭരണകാലത്തെ കിരീടവും ആഭരണങ്ങളും, പെയിന്റിങ്ങുകൾ, ശില്പങ്ങൾ, ആയുധങ്ങൾ, ലിഖിതങ്ങൾ, അതിഥികൾ കൊടുത്ത വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ, നാണയങ്ങൾ തുടങ്ങി നിരവധി മൂല്യമേറിയ വസ്തുക്കൾ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. പുരാവസ്തു വകുപ്പിന്റെയും കൊച്ചി രാജകുടുംബത്തിന്റെയും സംഭാവനയാണ് മ്യൂസിയത്തിലെ പ്രധാന ആകർഷണങ്ങൾ. മ്യൂസിയം ശേഖരത്തിൽ വിലയേറിയ കല്ലുകൾ പതിച്ച സ്വർണ്ണ കിരീടവും വിലപിടിപ്പുള്ള നിരവധി നാണയങ്ങളും ആഭരണങ്ങളും ഗാംഭീര്യമുള്ള കിടക്കകളും ഉൾപ്പെടുന്നു. വിവിധ നിലകളിലായുള്ള മുറികൾ പലതും മാർബിൾ മാത്രം ഉപയോഗിച്ച് ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളതും അതിവിശാലവുമാണ്. വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ചു പോരുന്ന കൊട്ടാരവും പ്രദർശന വസ്തുക്കളും ഏതൊരു വ്യക്തിയെയും ആകർഷിക്കുന്നവയാണ്. 19-ാം നൂറ്റാണ്ടിൽ വിദേശങ്ങളിൽ നിന്നും കപ്പൽ മാർഗം കൊണ്ടുവന്ന കുതിരവണ്ടികളും പല്ലക്കുകളും ഇന്നും രാജകീയ പ്രൗഢിയോടെ സംരക്ഷിച്ചു പോരുന്നു. രാജകുടുംബത്തിൽപ്പെട്ടവരും അതിഥികളും ഭക്ഷണം കഴിക്കാൻ ഉപയോഗിച്ച പത്രങ്ങളും ഫോർക്കുകളും എല്ലാം കാഴ്ചക്കാർക്കായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പ്രദർശന വസ്തുക്കളെപ്പറ്റിയുള്ള ചെറുവിവരണവും കാഴ്ചക്കാർക്ക് വായിച്ചു മനസ്സിലാക്കാനായി പ്രദർശനവസ്തുവിനോടൊപ്പം വച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും വിശദമായി പറഞ്ഞുതരാൻ നിരവധി ഉദ്യോഗസ്ഥർ മ്യൂസിയത്തിൽ സന്നദ്ധമായിട്ടുണ്ട്. വളരെ ആത്മാർത്ഥതയോടെ ഓരോ വ്യക്തികളുടെയും സംശയം തീർത്തുകൊടുക്കുന്ന അവരുടെ ആത്മർപ്പണം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഡച്ചുകാരുടെയും പോർച്ചുഗീസുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും അധിനിവേശക്കാലത്ത് കേരളത്തിൽ നടന്ന പല സംഭവങ്ങളുടെയും രേഖാചിത്രങ്ങളും അവയെപ്പറ്റി പ്രതിപാദിക്കുന്ന ചെറുവിവരണവും നമുക്ക് മ്യൂസിയത്തിൽ കാണാം. 21-ാം നൂറ്റാണ്ടിൽ സാങ്കേതികവിദ്യ ഇത്രത്തോളം പുരോഗമിച്ചിട്ടും അസാധ്യമെന്നു തോന്നുന്ന രീതിയിലാണ് തടിപ്പണികളുടെയും കൊട്ടാരത്തിലെ മറ്റു മുറികളുടെയും നിർമ്മാണം. മ്യൂസിയത്തിലെ പ്രദർശനങ്ങൾ നമുക്ക് രാജകുടുംബം ആസ്വദിക്കുന്ന മഹത്തായ അനുഭവം വാഗ്ദാനം ചെയ്യുന്നു. കൊട്ടാരത്തിലെ കാബിനറ്റ് ഹാളിന് അതിൻ്റേതായ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടായിരുന്നു. അത് രാജകീയ ശക്തിയുടെ പ്രതീകം പ്രതിഫലിപ്പിക്കുന്നു. ഹാളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന അലങ്കാര സിംഹാസനവും രാജകീയ ഇരിപ്പിടവും കൊച്ചി ഭരണാധികാരികളുടെ മഹത്വം വെളിപ്പെടുത്തുന്നു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ സാന്നിധ്യത്തിൽ ഇവിടെയാണ് കൊച്ചിയെ ഇന്ത്യയുമായുള്ള സംയോജനത്തിന്റെ തീരുമാനം യൂണിയൻ പ്രഖ്യാപിച്ചത്. ഈ ഹാളിൽ 1925 ഏപ്രിലിൽ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ സമ്മേളനവും നടന്നിട്ടുണ്ട്. കേരളത്തിന്റെ പ്രകടമായ സംസ്കാരത്തെക്കുറിച്ചുള്ള വെളിച്ചത്തിന്റെ കുത്തൊഴുക്ക് പറയുന്ന വിവരങ്ങളുടെ ഏറ്റവും സമ്പന്നമായ സ്രോതസ്സുകളിലൊന്നാണ് താളിയോല കൈയെഴുത്തുപ്രതി. പുരാണങ്ങൾ, ജ്യോതിഷം, തന്ത്രം, ആയുർവേദം എന്നിവയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട കൈയെഴുത്തുപ്രതിയും രേഖകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈന്തപ്പനയുടെ ഇലകൾ തയ്യാറാക്കുന്നതോ നിർമ്മിക്കുന്നതോ ആയ സാങ്കേതികവിദ്യ എപ്പിഗ്രാഫിക് ഗാലറിയിൽ കാണാം. നാണയശാസ്ത്ര ഗാലറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന നാണയങ്ങൾ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഒരു ആശയം നൽകുന്നു. നാണയം എണ്ണുന്ന യന്ത്രം എന്നു അറിയപ്പെടുന്ന ആദ്യകാല നാണയം രാശിപാലകയും നാണയങ്ങളുടെ വിവിധ ഘട്ടങ്ങളുടെ ചിത്രങ്ങളും ഇവിടെയുണ്ട്. പ്രത്യേക രാജ്യം, അവരുടെ വ്യാപാര പ്രവർത്തനങ്ങൾ, വിവിധ ഭരണാധികാരികളുടെ ഭരണം, ലോഹത്തിന്റെ ലഭ്യത എന്നിവയെല്ലാം നമുക്ക് മനസ്സിലാക്കാനാകും. പുരാതന ചരിത്രത്തിന്റെ ഗാലറിയിൽ പാലിയോലിത്തിക്, നിയോലിത്തിക്, മെഗാലിത്തിക് മാതൃകകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. മഹാശിലായുഗ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ശ്മശാന സമ്പ്രദായം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന തൊപ്പികല്ലിന്റെ മാതൃകയിലും ശവകുടീരങ്ങളിലും പ്രതിഫലിക്കുന്നു.
സിന്ധു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന മതപരമായ ആചാരങ്ങൾ ഈ വസ്തുക്കളുടെ മാതൃകകളിലൂടെ മനസ്സിലാക്കാം. ശിലാശില്പ ഗാലറിയിലെ പ്രദർശനങ്ങൾ ഒരു പ്രത്യേക കാലഘട്ടത്തിലെ ശില്പങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. കരകൗശല വിദഗ്ധരുടെ ഭാവനാശേഷി മുതലായവ ഒരു പ്രത്യേകതരം മതപരമായ വശങ്ങൾ കല്ലിലൂടെ കാണപ്പെടുന്നു. ദേവീദേവന്മാരുടെ ശില്പങ്ങളും ഇവിടെ കാഴ്ചക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. ഓരോ ശില്പത്തിൽ നിന്നും ആ ആഭരണങ്ങൾ ഏത് പുരാതന യുഗങ്ങളിൽ ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കാം. ഈ ഗാലറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഹീറോ സ്റ്റോൺ വീരന്മാരുടെ രക്തസാക്ഷിത്വത്തെ അനുസ്മരിപ്പിക്കുന്നതാണ്. രക്തസാക്ഷികളായി മരിക്കുന്ന സ്ഥലങ്ങളിലായിരുന്നു ഈ കല്ലുകൾ സ്ഥാപിച്ചിരുന്നത്. വില്ലുകൾ, അമ്പുകൾ, തോക്കുകൾ തുടങ്ങിയ ആയുധങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ആർക്കിയോളജിക്കൽ പഠനത്തിൻ്റെ പ്രധാന വശം ഇവിടെ പ്രദർശിപ്പിച്ച വസ്തുക്കളിലൂടെയാണ് നടത്തുന്നത്. വിശാലമായ വീക്ഷണത്തോടെ കേരളത്തിൻ്റെ ചരിത്രം പുനർനിർമ്മിക്കുന്നതിൽ ഹിൽ പാലസ് ഒരു പ്രധാന പങ്ക് വഹിച്ചു. മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ച പുരാവസ്തുക്കൾ കൊച്ചി ഭരണാധികാരികളുടെ ചരിത്രം ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല, വിദേശ രാജ്യങ്ങളുമായുള്ള അവരുടെ ബന്ധം, അവരുടെ ഭൗതിക സംസ്കാരം തുടങ്ങിയവയെക്കുറിച്ചും അറിയാൻ സാധിക്കുന്നു. ഈ രീതിയിലാണ് ഹിൽ പാലസ് മ്യൂസിയം ഒരു പ്രധാന ചരിത്ര പഠന കേന്ദ്രമാകുന്നത്. ഇത് വിദ്യാഭ്യാസത്തിന് അതുല്യമായ വിഭവങ്ങൾ നൽകുന്നു. വൈവിധ്യമാർന്ന പ്രകൃതി സാംസ്കാരിക പൈതൃകത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരം ഒരു പഠന കേന്ദ്രമെന്ന നിലയിൽ ഇത് നൽകുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കിടയിൽ സമഗ്രതയുടെ ബോധം കൊണ്ടുവരാൻ ഈ മ്യൂസിയത്തിന് കഴിയും. തൃപ്പൂണിത്തറയുടെ പുനർവികസനത്തിനും പുനരുജ്ജീവന പരിപാടികൾക്കുമുള്ള ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായും ഈ മ്യൂസിയം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനാൽ ഇത് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഒരു ചരിത്ര സ്മാരകമായാണ് പരിഗണിക്കപ്പെടുന്നത്.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ.